ഹലോ മൈ ഗൈസ്, ഇന്ന് എനിക്കൊരു പഴയ ബ്ലൂടൂത്ത് സ്പീക്കർ ഇട്ടിട്ടുണ്ട്. കേടായതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിളിക്കുക. നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ച് മാറ്റി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം നമുക്കൊന്ന് ഇളക്കി മാറ്റാം. ഇതിൻ്റെ ഓരോ സ്ക്രൂ ആയിട്ടൊന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇതിൻ്റെ എല്ലാ ബോർഡും നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ബോർഡും ബാറ്ററി എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മളെ എല്ലാ സ്ക്രൂ നമ്മളിത് അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ സ്വിച്ച് വരുന്ന ആ ഒരു ബോർഡ് നമുക്ക് ഇളക്കിയെടുക്കാം. വളരെ സ്വിച്ച് എടുക്കണം. നല്ല തിന്നായിട്ടുള്ള ബോർഡാണ്, ഓടിയാൻ ചാൻസ് ഉണ്ട്. അതെ, പവർ ഓൺ ആയി. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ ബോർഡൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി എന്തായാലും നല്ലതാണ്. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മുടെ ബാറ്ററി, നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ബോർഡും എല്ലാം ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബാറ്ററിക്ക് ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കി സ്ഥിതിക്ക് നമ്മുടെ സ്പീക്കറിനായിരിക്കും ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ്. അപ്പോൾ നമുക്ക് സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പീക്കറിൻ്റെ രണ്ട് ലെഗിലോട്ടും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പീക്കറിനാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ ഈ ഒരു സ്പീക്കറാണുള്ളത്. അതിനനുസരിച്ചുള്ള ചെറിയ സ്പീക്കറിൻ്റെ കയ്യിലില്ല. അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ ഒരു സ്പീക്കറിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു സ്പീക്കറിലോട്ട് 2 വയർ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൈസ് നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ബോഡിയുടെ ഈ അടിവശത്തൂടെയാണ് നമുക്ക് ഈ 2 വയറും ഉള്ളിലൂടെ കടത്തിയെടുക്കേണ്ടത്. കാരണം നമ്മുടെ അതിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് വയർ ഉള്ളിലോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വയർ 2 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ ബോഡിയിലോട്ട് ഞാനൊരു ഹോൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ 2 സ്പീക്കറിൻ്റെ ബോഡിയും തമ്മിലായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂ കടത്തിയെടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഒരു ഹോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു 2 വയറും ഇതിനകത്തൂടെ കയറ്റാൻ വേണ്ടിയിട്ട് 2 ഹോളും കൂടെ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വയറും ഇതിനകത്തൂടെ ഒന്ന് കടത്തിയെടുക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ 2 വയറും ഈ ഹോളിലൂടെ ഉള്ളിലിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് 2 വയറും വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്ക്രൂ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നല്ല രീതിയിലൊന്നും ടൈറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്പീക്കർ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ വയർ ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 2 വയറും നമുക്ക് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. 2 വയറും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് അതിൽ 2 ഒന്ന് ഒരു പുറത്തോട്ട് കാണുന്ന വിധത്തിൽ ഒന്ന് ഒട്ടിച്ചും കൂടെ എടുക്കാം. നമ്മൾ 2 വയറും ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ബോർഡും എല്ലാം നമുക്ക് ഇതിലോട്ട് തിരിച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്പീക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ റീസ്റ്റോറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.